ആ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയൊക്കെ നഷ്ടമുണ്ടായിട്ടും, ഇത്രയൊക്കെ പരാജയമാണെന്ന് തോന്നിയിട്ടും, ഇത്രയൊക്കെ ശരീരം മുഴുവൻ രോഗത്തിൻ്റെയും വിഷമത്തിൻ്റെയും ഭാരം ചുമന്നുകൊണ്ടിരിക്കുമ്പോഴും യേശുവിനെ കുറിച്ചുള്ള അവളുടെ ബോധ്യ വിശ്വാസം എഴുതിയിട്ടുണ്ട്. ഇനിയൊന്നും ശരിയാകില്ല, എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കും, എല്ലാം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, എനിക്ക് ദീർഘനാൾ ഇനി ആയുസ്സൊന്നും ഇല്ല. ഇതൊന്നുമല്ല വിചാരിച്ചത്, ഇതൊന്നും അവൾ വിചാരിച്ചില്ല. അവൾ വിചാരിച്ചത് എഴുതിയിരിക്കുന്നു, ആ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി, യേശു ക്രിസ്തു ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി, ഈ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. ഹല്ലേലൂയ. ഇതായിരിക്കട്ടെ, ഇതാണ് വിശ്വാസം, ഇതാണ് അവൾ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നത് എന്താണ്? ഇതേ അവസ്ഥയിൽ ഒരു വ്യക്തി പറഞ്ഞത്, ഞാൻ രക്ഷപ്പെടും, ഞാൻ സൗഖ്യം പ്രാപിക്കും, ഞാൻ എഴുന്നേൽക്കും, എൻ്റെ നഷ്ടങ്ങളൊക്കെ മാറും, എൻ്റെ പ്രതിസന്ധികൾ മാറും, എൻ്റെ രോഗങ്ങൾ സൗഖ്യമാകും. വിശ്വാസമാ പറഞ്ഞത്. ആമേൻ. നമ്മൾ പറയുന്നത്, പ്രതിസന്ധിയിൽ നമ്മൾ പറയുന്നത്, വേദനയിൽ നമ്മൾ പറയുന്നത്, നഷ്ടത്തിൽ നമ്മൾ പറയുന്നത്, പ്രതികൂലത്തിൽ നമ്മൾ പറയുന്നത്, ചില ഒറ്റപ്പെടലിൽ നമ്മൾ പറയുന്നത്, ശരിയാകില്ല, ഇനി ശരിയാകുമെന്നറിയില്ല, പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, ദൈവത്തെ ആരാധിച്ചിട്ട് കാര്യമില്ല, ഇനി ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയൊക്കെ അല്ലേ ഉണ്ടായത്. അങ്ങനെയാ നമ്മൾ പറയുന്നത്. നമ്മൾ നിരാശയുടെ വാക്കാ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണോ വിശ്വാസത്തിൽ പറയുന്നത് അത് ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കും. ആമേൻ. എന്താണോ വിശ്വാസത്തിൽ പറയുന്നത്, എന്താണോ യേശുവിന്റെ നാമത്തിൽ പറയുന്നത് അത് ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. എന്റെ ജീവിതം ശരിയാകത്തില്ല, എന്റെ ഭാവി പോയി, എന്റെ ആരോഗ്യം പോയി, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തീരത്തേ ഉള്ളൂ, എനിക്കിങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു രീതി എൻ്റേതാകുള്ളൂ, എനിക്കൊരു വീടുണ്ടാകത്തില്ല, എനിക്കൊരു ജോലി കിട്ടത്തില്ല, ഞാനിതിലൊന്നും പാസ്സാകാൻ പോകുന്നില്ല, ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? അങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുക. എന്നാൽ ഇങ്ങനെയാണോ പറയുന്നത്? ഒരു സൈഡിൽ നഷ്ടമുണ്ട്, ഒരു സൈഡിൽ രോഗമുണ്ട്, ഒരു സൈഡിൽ നിരാശയുണ്ട്, ഒരു സൈഡിൽ ഒത്തിരി വിഷമങ്ങളുള്ള സാഹചര്യങ്ങളും അന്തരീക്ഷങ്ങളും ഉണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ട്, ഒരുപാട് ഒറ്റപ്പെടലുകളുണ്ട്, ഒരു സാധ്യതയും മുന്നോട്ട് നോക്കുമ്പോൾ ഇല്ല എങ്കിലും